ഒക്കെ ചെയ്തതിന്റെ ശേഷം ഖിയാമത്ത് നാളില് പിന്നെ മഹ്ശറിയിൽ വരുമ്പോൾ അവിടുന്ന് ഒരു സംഭവം ഉണ്ടാവും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്ന ഓരോ അമ്പിയാക്കന്മാരെയും കൊണ്ടുവരും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളവാക്കും. അവർ പറയും നൂഹ് നബി അലൈഹി സ്വലാത്തു, കാരണം അവരങ്ങനെ 1000 കൊല്ലം ജീവിച്ചു എന്നാ, എന്നിട്ട് 50 കൊല്ലം മാത്രമേ ഒരു സുഭിക്ഷമായ വർഷമായി കൊണ്ട് മൂപ്പർക്ക് കിട്ടിയിട്ടുള്ളൂ. 950 വർഷവും ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത്, ജനങ്ങളെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത്. അപ്പൊ മൂപ്പരെ കൊണ്ടുവരുമ്പോൾ ഈ കൗമിനോട്, മൂപ്പരെ ജനങ്ങളോട് ചോദിക്കും, ഇയാൾ നിങ്ങൾക്ക് പ്രബോധനം നടത്തിയോ? അപ്പൊ അവർ പറയും, മൂപ്പര് ഞങ്ങൾക്ക് യാതൊരു പ്രബോധനം നടത്തിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഓരോ നബിമാരെ കൊണ്ടുവരുമ്പോഴും ആ നബിമാരോടൊക്കെ ചോദിക്കുക. അപ്പൊ ആ നബിമാരോട് ചോദിക്കൂ, അവരെ ഉമ്മത്തിനോട് ചോദിക്കും. അപ്പൊ ആരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നതാ, ഈ നബിയൊന്നും ഞങ്ങൾക്ക് എന്തായിട്ടില്ല, ഒരു പ്രബോധനം നടത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമ്പിയാക്കന്മാരോട് പറയും, നിങ്ങൾക്ക് ആരാണ് ഇതിന്റെ സാക്ഷിയുള്ളതെന്ന് ചോദിക്കും. അപ്പൊ അമ്പിയാക്കന്മാർ പറയും, മുഹമ്മദുൻ വ ഉമ്മത്തുഹു, ഇതിന് ഞങ്ങൾക്ക് സാക്ഷി പറയാൻ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിന്റെ ഉമ്മത്തുമാണുള്ളതെന്ന്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ സാക്ഷി പറയാം? അമ്പിയാക്കന്മാർ ഇവിടെ ദഅവത്ത് നടത്തിയപ്പോൾ നമ്മളൊപ്പണ്ടായിരുന്നോ? സാക്ഷി പറയണമെങ്കിൽ ഒന്നുക സംഭവത്തിനെ പറ്റി ഉറപ്പായ ഒരു വിവരം നമുക്ക് കിട്ടണ്ടേ? അപ്പൊ നമ്മളിവിടെ മഹാനാവുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടിട്ട്, വിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിലെ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തെ പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പറയുന്ന, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞോണമെന്നില്ല, നമ്മളിൽ നിന്നുള്ളതായ ആ ആയത്ത് അതിന്റെ ളാഹിർ മത്റൂക്കത്താണെന്നാണ് പറയണത്. ലിതകൂനു ശുഹദാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഷാഹിദീങ്ങളല്ല. അപ്പൊ ഏതായാലും അത് എല്ലാവരും ആവട്ടെ, ആവാതിരിക്കട്ടെ. അതല്ലെങ്കിൽ ആത്മാവ് ശരീരവുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ ആ ആത്മാവിനിക്ക് വിശുദ്ധമായ ആത്മാവോട് കൂടിച്ചേരുമ്പോൾ ആ വിശുദ്ധ ആത്മാവിലുള്ളതായ ആ നന്മതിലേക്ക് പകരമില്ല. അതൊക്കെ വേറെ അഭിപ്രായങ്ങളാണ്. ഏതായാലും വേണ്ടില്ല, ഒരു വിഭാഗം ആളുകൾ നമ്മളെ കൂട്ടത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ സാക്ഷി പറയുമ്പോൾ, സാക്ഷി പറയാൻ പറ്റുന്ന വിഭാഗങ്ങൾ സാക്ഷി പറയുമ്പോൾ അവരെ കൂടെ കൂടിക്കൊണ്ട് സാക്ഷി പറയാൻ പറ്റാത്തവരും പറയും.